പഴയ പരീക്ഷയുടെ ചോദ്യപേപ്പറുകളൊക്കെ ശരിക്കും ഹോംവർക്ക് ചെയ്ത് പഠിച്ചിട്ട് പരീക്ഷ എഴുതാൻ വന്നൊരു കുട്ടിയെ പോലെയാണ് സ്പെയിനിനെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. ഫ്രാൻസിനെതിരെ അതിഗംഭീരമായൊരു കളി. ഇൻഡിവിജ്വൽ പെർഫോമൻസ് ആണോ എന്ന് ചോദിച്ചാൽ അതെ, ടീം പെർഫോമൻസ് ആണോ എന്ന് ചോദിച്ചാൽ അതും അതെ. രണ്ടും എല്ലാ തരത്തിലും ഫ്രാൻസിനെ പൂട്ടിക്കളഞ്ഞു സ്പെയിൻ. ലോകകപ്പിൻ്റെ സെമി ഫൈനലിൽ ഇതുവരെ കണ്ട സ്പെയിൻ്റെ ഏറ്റവും മികച്ച മത്സരമായിരുന്നു ഇത്. 2-0 സ്കോർ ലൈൻ, ഒരു ചെറിയ അത് മാത്രമല്ല കളി. അതിനപ്പുറം എന്തു തന്നെ ആയാലും നമ്മളെല്ലാം പ്രതീക്ഷിച്ചതിൽ നിന്നും വിരുദ്ധമായി. സ്പെയിൻ ജയിക്കില്ല എന്നല്ല, പക്ഷേ അങ്ങനെ പ്രതീക്ഷിച്ചു എന്നല്ല, പക്ഷേ ഫ്രാൻസിൻ്റെ ഒരു തരത്തിലുള്ള ആക്രമണത്തിനും അനുവദിക്കാതെ പൂട്ടിക്കെട്ടി സ്പെയിൻ ലോകകപ്പിൻ്റെ ഫൈനലിലെത്തിയിരിക്കുകയാണ്. തീർച്ചയായും ശരിക്ക് സത്യം പറഞ്ഞാൽ സ്പെയിനിനോട് നമ്മൾ പ്രത്യേകിച്ച് ഞാൻ ഒരു മാപ്പ് പറയേണ്ടിയിരിക്കുന്നു. കാരണം കഴിഞ്ഞ കളികളിലൊക്കെ സ്പെയിനിന് ഫിനിഷിങ് പോരാ എന്നൊരു പരാതി ഉന്നയിച്ചിരുന്നു. എന്തായാലും ഈ കളിയിൽ അവർ ആ കുറവുകൂടി നിർത്തിയോടെ ഫ്രാൻസിന് പോലും പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. ഈ സ്പെയിനെ കുറ്റം പറഞ്ഞ കൂട്ടത്തിൽ ഞാനും ഉണ്ട്. കാരണം നമ്മൾ ആഗ്രഹിച്ചിരുന്ന സ്പെയിൻ്റെ കളി ഇതാണ്. ഈ കളി കാണാൻ വേണ്ടിയാണ് നമ്മൾ ഇത്രയും കാലം കാത്തിരുന്നത്. കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു വീഡിയോയുടെ താഴെ വന്നൊരു കമൻ്റ് ഉണ്ട്, ഈ സ്പെയിൻ ഇത്രയും മനോഹരമായി കളിച്ചിട്ടും എന്തിനാണ് അവരെ കുറ്റം പറയുന്നത്? അതെ, സ്പെയിൻ ഗോൾ അടിക്കുന്നില്ലേ, കളി ജയിക്കുന്നില്ലേ, പിന്നെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കുറ്റം പറയുന്നത്? അതെ, കുറ്റം പറഞ്ഞതല്ല, ഒരു സംഗതി പോയിൻ്റ് ഔട്ട് ചെയ്തതാണ്. ഫിനിഷിങ്ങിൽ ചില പോരായ്മകൾ തോന്നിയിരുന്നു. അത് ഇന്ന് പെഡ്രോ പോറയിലൂടെയാണെങ്കിലും അവർ ആ പ്രശ്നം പരിഹരിച്ചു. എന്തായാലും ഈ നേരത്തെ സുനീഷ് പറഞ്ഞ പരീക്ഷയുടെ കാര്യത്തിൽ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. അതായത് ലാഫുവെൻ്റെ ഒരു അധ്യാപകനാണെങ്കിൽ അദ്ദേഹം ഈ യൂത്ത് അക്കാഡമിയിൽ പഠിപ്പിച്ച 6 താരങ്ങൾ ഇന്ന് സ്റ്റാർട്ടിംഗ് ലെവലിലുണ്ടായിരുന്നു. പിന്നീട് 2-3 പേരും കൂടെ വന്നു. അതുകൊണ്ട് ഈ കോച്ച് എന്താണോ മനസ്സ് വിചാരിക്കുന്നത് നടപ്പാക്കാനുള്ള ശേഷി ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു ടാക്റ്റിക്കൽ മാസ്റ്റർ ക്ലാസ് ആയിരുന്നു ഈ സ്പെയിൻ കാഴ്ചവെച്ചത്. ഫ്രാൻസ് അതിന് മുന്നിൽ പകച്ചുപോയി എന്നുള്ളത്. അതെ, ഞാനത് തുടക്കത്തിൽ തന്നെ പറഞ്ഞു. ഫ്രാൻസ് ഇൻഡിവിജ്വൽ പെർഫോമൻസ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ വാല്യൂ കളിക്കാരെ നോക്കുമ്പോൾ ഒരുപക്ഷെ സൂപ്പർ താരങ്ങൾ കൂടുതൽ ഫ്രാൻസ് ടീമിലായിരിക്കും. പക്ഷേ സ്പെയിൻ അങ്ങനെയല്ല. സ്പെയിൻ ടീമിൽ ഇപ്പോൾ ഷമീർ സൂചിപ്പിച്ച പോലെ തന്നെ സ്പെയിൻ കോച്ചിൻ്റെ ടീമിൽ ഒരുപക്ഷെ ബാർസലോണയിലെ പ്രമുഖ താരങ്ങളൊന്നുമില്ല. അവർക്ക് പരിക്കായിരിക്കാം, അല്ലെങ്കിൽ മറ്റു പല കാരണങ്ങളാലൊക്കെ അവർ പലരും പുറത്തായിരുന്നു. പക്ഷേ ഈ സ്പെയിൻ കോച്ചിൻ്റെ പണ്ട് അദ്ദേഹം യൂത്ത് സെറ്റപ്പിൻ്റെ പരിശീലകനായിരുന്ന കാലത്ത് ആരൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നു, അങ്ങനെയുള്ള കുറേ അധികം താരങ്ങൾ അവരാണ് ഈ ടീമിൻ്റെ തുടക്കം മുതലേ കളിയിലുണ്ടായിരുന്നത്. അവർ ഒരു ടീം അല്ലെങ്കിൽ ഒരു യൂണിറ്റ് എന്ന നിലയ്ക്ക് ഒന്നിച്ച് കളിച്ചു. ആ ഒരു ടീം വർക്ക് വളരെ കൃത്യമായി ഗ്രൗണ്ടിൽ ഇഫക്റ്റീവായി നമ്മൾ കണ്ടു. അതെ, അതൊരു വലിയ വിജയമാണ്. കാരണം ഫ്രാൻസിനെ പോലെയുള്ള ഒരു ടീമിനെ തകർത്ത് കളയുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ചെറിയ കാര്യമല്ല. ഫ്രാൻസ് നിഷ്പ്രഭമായി പോയി എന്ന് വേണം പറയാൻ. കാരണം ഈ ഫ്രാൻസിൻ്റെ മിഡ്ഫീൽഡ് കംപ്ലീറ്റ് തകർന്നു പോയി. ഒലീസയൊക്കെ ഒരു കാഴ്ചക്കാരനായിരുന്നു. ഒലീസ മാത്രമല്ല, എംബപ്പയും. ഈ ലോകകപ്പിലെ ഏറ്റവും ഗംഭീരമായ ആക്രമണം നടത്തി വന്ന ടീമാണ് ഫ്രാൻസ്. അവരുടെ അറ്റാക്കിംഗ് യൂണിറ്റ് എത്രമാത്രം പവർഫുൾ ആയിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം. അവരുടെ സൈഡ് ബെഞ്ച് പോലും എത്രമാത്രം പവർഫുൾ ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ചർച്ചകളിൽ പറഞ്ഞതാണ്. പക്ഷേ ഒരു കാര്യം ഉണ്ടായില്ല. അവസാന അന്തിമഘട്ടത്തിൽ പൊസഷൻ നോക്കിക്കഴിഞ്ഞാൽ 51-49 ഒക്കെ ആണെങ്കിലും ഈ കളി കണ്ടവർ തീർച്ചയായും സ്പെയിനിൻ്റെ ഒരു ആധിപത്യത്തെ അംഗീകരിക്കും. കാരണം ഈ അവരുടെ ഒരു ഫ്ലൂയിഡ് പാസുകൾ ഗംഭീരമായ, അത് പ്രോഗ്രാം ചെയ്ത് വെച്ചതുപോലെയുള്ള പാസിംഗ് ആയിരുന്നു. അത് കൃത്യമാണ്. അപ്പം അത് പൊളിക്കാൻ ഫ്രാൻസിന് കഴിഞ്ഞില്ല. അവർ വിങ്ങുകളിൽ കൂടെ ആക്രമിക്കാൻ നോക്കി, മധ്യത്തിൽ കൂടെ അവർക്ക് സ്പേസ് കിട്ടിയില്ല. അതൊക്കെ വലിയ പരാജയമായി. ക്രോസിങ്ങുകൾ പരാജയപ്പെട്ടു. അവസാനം സെക്കൻഡ് ഹാഫിൽ ഓപ്പൺ ചാൻസുകൾ പോലും വെറുതെ കളയുന്നത് നമ്മൾ കണ്ടു. ഫ്രാൻസ് മാനസികമായി തകർന്നു പോയിരുന്നു. അതെ, സ്പെയിൻ്റെ ഇത്തവണത്തെ കളിയിൽ എനിക്ക് തോന്നിയ 1-2 കാര്യങ്ങൾ അതാണ്. സ്പെയിൻ എന്താണ് ചെയ്തതെന്ന് ചോദിച്ചാൽ ഇതിനു മുമ്പത്തെ എല്ലാ കളികളിലും ചെയ്ത 2 കാര്യങ്ങൾ. അതായത് 1 ബോൾ പൊസഷൻ, പന്തിന്മേൽ അവർക്ക് കൃത്യമായ നിയന്ത്രണം ഉണ്ടായിരുന്നു. 2 ബോൾ റിക്കവറി. എപ്പോഴൊക്കെ ഫ്രാൻസിൻ്റെ കളിക്കാരുടെ കാലുകളിലേക്ക് പന്ത് പോയിട്ടുണ്ടോ അതൊക്കെ വളരെ ഈസി ആയിട്ട് അവർ തിരിച്ചു പിടിച്ചു. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ കളിയിൽ ഏതാണ്ട് ഭൂരിഭാഗം സമയവും കണക്കുകൾ പ്രകാരം ഒരുപക്ഷെ ബോൾ പൊസഷൻ വലിയ വ്യത്യാസം ഇല്ലെങ്കിൽ കൂടിയും കളിയിലേറെ സമയം ഈ ഗെയിമിൻ്റെ കൺട്രോൾ സ്പെയിനിൻ്റെ കയ്യിലായിരുന്നു. അതൊരു പ്രധാനപ്പെട്ട കാര്യമായി തോന്നി. രണ്ടാമത്തെ സംഗതി, സ്പെയിൻ ഇതുവരെ കളിച്ചൊരു കളിയിൽ നിന്നും അല്പം വ്യത്യാസമുള്ളൊരു കളിയായിരുന്നു ഗ്രൗണ്ടിൽ നമ്മൾ കണ്ടത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഇതാണ്. ഇതിനു മുമ്പുള്ള എല്ലാ കളികളിലും കുക്കുറയ വിങ്ങുകളിലൂടെ കയറിപ്പോകുന്നൊരു പ്ലെയറായിരുന്നു. പക്ഷേ ഇത്തവണ ശ്രദ്ധിച്ചു കാണും, കുക്കുറയ അയാളുടെ പൊസിഷനിൽ തന്നെ നിന്ന് കളിക്കുകയാണ് ചെയ്തത്. അതായത് 4 കളിക്കാരെയും സ്പെയിൻ്റെ 4 കളിക്കാരെയും ആ ഡിഫൻസ് ലൈനിൽ തന്നെ നിർത്തിയ ശേഷം അതിന് തൊട്ടു മുമ്പിൽ ക്യാപ്റ്റൻ റോദ്രിയെ ഡിപ്ലോയ് ചെയ്തുകൊണ്ടുള്ള ഒരു ഫോർമേഷനായിരുന്നു കോച്ച് പ്ലാൻ ചെയ്തിരുന്നത്. അത് വിജയിക്കുകയും ചെയ്തു. തീർച്ചയായും അത് വളരെ കൃത്യമായ ഒരു നിരീക്ഷണമാണ്. ഇപ്പം ഈ ഫ്രാൻസിൻ്റെ കാര്യത്തെപ്പറ്റി ചിന്തിക്കുകയാണെങ്കിൽ ആദ്യം അവർക്ക് വന്ന ഒരു ഫൗളുണ്ടല്ലോ, പെനൽറ്റി വഴങ്ങേണ്ടി വന്ന ഫൗൾ, ഒരു ദൗർഭാഗ്യകരമായ ഒരു ഫൗളായിരുന്നു. ബോധപൂർവം ചെയ്തു എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ നിയമപ്രകാരം അത് ഫൗളാണ്. അത് മനോഹരമായൊരു പെനൽറ്റി സ്പോട്ട് കിക്കിലൂടെ ഓയർസബാൾ അത് സ്കോർ ചെയ്യുകയും ചെയ്തു.
അതിനുശേഷം രണ്ടാമത്തെ ഒരു ദൗർഭാഗ്യം കൂടി ഫ്രാൻസ് നേരിടേണ്ടി വന്നു. അവരുടെ ഡിഫൻഡർ സലീബ പരിക്കേറ്റ് പുറത്തു പോയതോടെ സലീബ അവരുടെ ഒരു പ്രതിരോധത്തിൻ്റെ ഒരു എന്താ പറയുക കോർണർ സ്റ്റോണാണ്. അപ്പോൾ അത് അങ്ങനെ ഉള്ള ഒരു താരം പുറത്തു പോകുന്നത് ക്ഷീണമായിപ്പോയി ഫ്രാൻസിന്. അതിന് മാത്രമല്ല എനിക്ക് തോന്നുന്നത് ഒരു ഘട്ടത്തിൽ സ്പെയിൻ 2 ഗോളിന് ലീഡ് ചെയ്യുമ്പോൾ മത്സരത്തിൽ ആകെ 2 ഗോൾ ഷോട്ടുകളേ ഉണ്ടായിരുന്നുള്ളൂ. അത് 2 സ്പെയിനിൻ്റെ ഗോളുകൾ മാത്രം. ഫ്രാൻസിന് ഒറ്റ ഗോൾ ഷോട്ട് പോലും ഉണ്ടായിരുന്നില്ല. അവസാന ഘട്ടത്തിൽ മാത്രമാണ് അവർ 2-3 ഗോൾ ഷോട്ടുകൾ അവർക്ക് നേടാൻ കഴിഞ്ഞത്. തീർച്ചയായും ഇത്രയും വലിയൊരു നിരാശ ഫ്രാൻസിന് അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. ഇല്ല. കാരണം നമ്മൾ ഇതിനു മുമ്പും ഈ അടുത്ത കാലത്ത് നടന്ന 2 സ്പെയിൻ ഫ്രാൻസ് മത്സരങ്ങളിലും സ്പെയിനായിരുന്നു ജയിച്ചത്. അതിലൊന്ന് കഴിഞ്ഞ UEFA നേഷൻസ് ലീഗിലെ മത്സരത്തിൽ 9 ഗോളുകൾ വന്ന മത്സരമാണ്. 5-4 സ്പെയിൻ ജയിക്കുന്നത്. അതിനു മുമ്പ് യൂറോ കപ്പിലും സ്പെയിനായിരുന്നു ജേതാക്കൾ. അങ്ങനെയൊക്കെ പറയുമ്പോഴും ഈ ലോകകപ്പിൽ ഇതുവരെയുള്ള പെർഫോമൻസ് നോക്കുമ്പോൾ ഫ്രാൻസിനായിരുന്നു ഒരു ആധിപത്യം. പക്ഷേ നമ്മുടെ നാട്ടിൻ പുറത്തെ ഒരു ഭാഷ പറയുമല്ലോ, നിലത്ത് നിർത്തിയാലല്ലേ അടിക്കാൻ പറ്റും. നിലത്ത് നിർത്തിയില്ല, അതാണ് സത്യം. തീർച്ചയായും. ഏതായാലും സ്പെയിനിൻ്റെ ഈ യാത്ര ഈ 2010 നമ്മളെ വീണ്ടും കൊണ്ടുപോകുന്നത്. 2010 എന്ത് മനോഹരമായ ഫുട്ബോളായിരുന്നു അവർ കളിച്ചിരുന്നത് നമുക്കൊക്കെ ഓർമ്മയുണ്ട്. ആന്ദ്രേ ഇനിയസ്റ്റ, ചാവി തുടങ്ങിയ താരങ്ങൾ നമുക്ക് തന്ന അസുലഭ മുഹൂർത്തങ്ങളിലേക്ക് ഒരിക്കൽ കൂടി തിരിച്ചു പോകാൻ പറ്റുമെന്ന് തോന്നുന്നു. അതെ. ആ 2010 അവർ കളിക്കുമ്പോൾ അവരുടെ ഒരു ടിക്കി ടാക്കയായിരുന്നു. ഇന്ന് ടിക്കി ടാക്കയുടെ മറ്റൊരു വേർഷൻ. ടിക്കി ടാക്ക എന്ന് പൂർണ്ണമായും പറയാൻ പറ്റില്ല. പക്ഷേ എങ്കിൽ പോലും അവർ കളിക്കുന്ന ഗെയിം അതിൻ്റെ അടിസ്ഥാനം അതുതന്നെയാണ്. അതിലുപരി അവർ വളരെ കൃത്യമായി ഹോംവർക്ക് ചെയ്യുന്നു. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ കൃത്യമായി അവർ കഠിനാധ്വാനം ചെയ്യുന്നു, പന്ത് തിരിച്ചു പിടിക്കുന്നു. ഒരുപക്ഷെ യൂറോപ്പിലെ ഏറ്റവും വലിയ പവർ ഹൗസിനെ തന്നെ, ഫ്രാൻസിനെ തന്നെ തോൽപ്പിച്ചതോടെ നമ്മൾ ഇതിനു മുമ്പത്തെ ഒരു ചർച്ചയിൽ പറഞ്ഞു ഈ മത്സരം ജയിക്കുന്നവരാകാം ഒരുപക്ഷെ ലോക ചാമ്പ്യന്മാർന്ന്. എന്താണ് വരാനിരിക്കുന്നത് നമുക്കറിയില്ല. അതാണ് അതിനോട് ചേർത്ത് വെച്ചൊരു കാര്യം ഞാൻ പറയുകയാണ്. ഇപ്പോൾ ഈ മത്സരം ഒരുപക്ഷെ ലോകത്തെ ഏറ്റവും കൂടുതൽ ശ്രദ്ധയോടെ വീക്ഷിച്ചിട്ടുണ്ടാവുക അർജൻറ്റീനയും ഇംഗ്ലണ്ടുമായിരിക്കും. ഈ സ്പെയിനെയാകുമോ ഫൈനൽ നേരിടേണ്ടി വരിക എന്ന് അവർ ഇപ്പോഴേ ചിന്തിക്കുന്നുണ്ടാവും. ഇത് അർജൻറ്റീന വന്നാലും ഇംഗ്ലണ്ട് വന്നാലും ഇത്തവണത്തെ ഫൈനൽ ഗംഭീരമായിരിക്കും. തീർച്ചയായും ഈ കഴിഞ്ഞ ലോകകപ്പിലെ ഫൈനൽ പോലെ അതിമനോഹരമായ ഒരു ഫൈനൽ കൂടി കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാം. അതെ, ഓക്കെ.